ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വേറെയൊന്നുമല്ല, പനിയൊക്കെ കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് തിരിച്ചു വന്നത് ചൂനാട്ട് വീട്ടിലോട്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് ചായക്കുള്ള വെള്ളമൊക്കെ അങ്ങ് വെക്കാമെന്ന് വെച്ചു. മോൾ എഴുന്നേറ്റിട്ടില്ലായിരുന്നേ. രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നല്ല വിഷമത്തിലാണ് എഴുന്നേറ്റ്. വേറെയൊന്നുമല്ല, വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു സങ്കടം. ഉമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ച് വീട്ടിലായിരുന്നപ്പം ഉമ്മയാണ് ഫുഡെല്ലാം റെഡിയാക്കി തരുന്നത്. എഴുന്നേറ്റ് വരുമ്പോഴേ എല്ലാം റെഡിയാക്കി വെച്ചേക്കും. കഴിക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. അല്ലെങ്കിലും ഞാൻ മാത്രമല്ല, എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ. സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാരെല്ലാം ചെയ്തു തരും, നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തതുമില്ല. അങ്ങനെ ഉമ്മയുടെ കാര്യമൊക്കെ ചിന്തിച്ച് ദോശമാവൊക്കെ എടുത്ത് അങ്ങ് പുറത്ത് തണുപ്പ് മാറാനായിട്ട് വെക്കാമെന്ന് വെച്ചു. ഇന്നലെ വരുന്ന വഴി ഒരു പാക്കറ്റ് ദോശമാവും കൂടെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നേ. അതെല്ലാം അങ്ങ് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ആ സ്ലാബെല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തേ. എനിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം എല്ലാം അങ്ങ് കിച്ചണെല്ലാം അങ്ങ് വൃത്തിയാക്കി ഇടണം. കിച്ചൺ എപ്പോഴും നീറ്റായി കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ആ സമയം കൊണ്ട് ചായയൊക്കെ അങ്ങ് തെളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കുള്ള ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് ഇതൊക്കെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച്, ചാറ്റൽ മഴയുണ്ടായിരുന്നു. മഴയൊക്കെ കണ്ടുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചായയൊക്കെ അങ്ങ് കുടിച്ച് കഴിഞ്ഞായിരുന്നു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങ് ഗ്യാസ് സ്റ്റൗവിലോട്ട് അങ്ങ് വെച്ചു. ഇന്നലെ വൈകിട്ട് കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആ മീനെ എടുത്തങ്ങ് പുറത്തോട്ടങ്ങ് വെക്കാമെന്ന് വെച്ചു. എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് തണുപ്പൊക്കെ മാറിയിട്ടിരിക്കുമല്ലോ. ഇത് ചെങ്കലവ അല്ലെങ്കിൽ ചുമന്ന ഓരയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതിനെ എടുത്തങ്ങ് പുറത്തോട്ടങ്ങ് വെച്ചേ. പിന്നെ ആ സമയം കൊണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അരി അങ്ങ് കഴുകി അങ്ങ് പാത്രത്തിലോട്ടങ്ങ് ആക്കി. പിന്നെ അത് അവിടെ ഇരുന്നങ്ങ് വെന്തോളുമല്ലോ ഇതൊക്കെ. അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ഏകദേശം ജോലിയൊക്കെ അങ്ങ് ഒതുക്കിയിട്ടുണ്ടായിരുന്നേ. രാവിലെ ദോശയുടെ കൂടെ തക്കാളി ചട്നി ആക്കാമെന്ന് വെച്ച് വീട്ടിൽ ഉമ്മി ഞങ്ങൾ ചെന്ന് നിന്നപ്പം ദോശയുടെ കൂടെ തക്കാളി ചട്നിയായിരുന്നു ഉണ്ടാക്കി തരുന്നത്. മിന്നമോക്കും എനിക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉമ്മി ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് വരുമോയെന്ന് അറിയത്തില്ല. പിന്നെ കറിവേപ്പില ഇല്ലായിരുന്നു. പുറത്തോട്ടിറങ്ങി കറിവേപ്പില കുറച്ചങ്ങ് പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നേ. ഞാൻ അടുക്കള വാതിൽക്കൽ തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില പിച്ചാനുള്ള ഒരു കുഞ്ഞ് കറിവേപ്പ് മരം ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ വീട്ടിലാവശ്യത്തിനുള്ള കറിവേപ്പിലയൊക്കെ കിട്ടും. പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് സവാളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ഇട്ട് നന്നായി അങ്ങ് വഴറ്റി കൊടുത്ത് ഇതിനകത്ത് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. അതെ, പച്ചമണം മാറാൻ വേണ്ടി നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് ആറാനായിട്ട് അങ്ങ് മാറ്റി വെച്ച് എന്നിട്ട് ഗ്യാസ് സ്റ്റൗ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അന്നേരം എല്ലാം അങ്ങ് വൃത്തിയാക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ പറ്റും. കിച്ചൺ എപ്പോഴും അങ്ങ് നീറ്റായി കിടക്കുകയും ചെയ്യും. എല്ലാം കൂടി ഒരുമിച്ച് വൃത്തിയാക്കാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ അന്നേരം ഉള്ളത് പെട്ടെന്ന് അങ്ങ് വൃത്തിയാക്കി കൊടുക്കും. പിന്നെ അരിയൊക്കെ അങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ അങ്ങ് റൈസ് കുക്കറിലോട്ട് അങ്ങ് ആക്കി കൊടുത്ത് അതും അങ്ങ് മാറ്റി വെച്ച് ഉച്ചക്കലത്തേക്കുള്ള കുറച്ച് ജോലികൾ രാവിലെ തന്നെ ഞാനങ്ങ് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ അങ്ങ് ഒതുക്കി തീർക്കാൻ നോക്കും. പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയിൽ നിന്ന് ഒരു ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്ത് അതും അങ്ങ് പെട്ടെന്ന് അരിഞ്ഞ് തോരനുള്ളതല്ല ഈ ചോപ്പറിൽ വെച്ചാണ് ഞാനെല്ലാം ഇത് ചെയ്തെടുക്കുന്നത്. ഈ ചോപ്പറുള്ളത് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. തോരനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ അപ്പോഴത്തേക്കിന് തക്കാളി ചട്നിക്കുള്ള അത് റെഡിയാക്കി വെച്ച് അതെല്ലാം ആറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം മിക്സിയിലിട്ട് അരച്ച് അതും അങ്ങ് താളിച്ചൊക്കെ എടുത്ത് പിന്നെ എനിക്കും മിന്നുമോക്കും ഉള്ള ദോശയൊക്കെ ഓരോന്നായിട്ട് അങ്ങ് ചുട്ടങ്ങ് എടുത്തേ. ഒരു 3-4 ദോശ മതി ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും കിച്ചൺ അങ്ങ് അലമ്പായിട്ടുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ആയി കഴുകാനുള്ള. പിന്നെ അതെല്ലാം കഴുകി വൃത്തിയാക്കി കിച്ചണെല്ലാം അങ്ങ് നീറ്റാക്കി ഇടാമെന്ന് വെച്ചു. പിന്നെ ഉച്ചക്കലത്തേക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്ത് അങ്ങിട്ട് മൊത്തത്തിൽ അങ്ങ് വൃത്തിയാക്കി അങ്ങിട്ടു. ഇങ്ങനെ കിച്ചൺ ഈ നീറ്റായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും. നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോഴേ നമുക്ക് മനസ്സിന് ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും. മീൻ എന്നാ വെട്ടാമെന്ന് നോക്കിയപ്പോഴത്തേക്കിന് അത് തണുപ്പ് മാറിയിട്ടില്ലായിരുന്നു. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഹാളിലോട്ട് പോയി കർട്ടനും എല്ലാം അങ്ങ് നീക്കിയിട്ട് മിനിമോൾ ഭിത്തി മുഴുവൻ ഇങ്ങനെ കുത്തി വരച്ച് വെച്ചേക്കുക. കുഞ്ഞിലേ ചെയ്തതാണ്. പിന്നെ പുറത്തോട്ടിറങ്ങി പേപ്പറൊക്കെ എടുത്ത് ഗേറ്റും ഒക്കെ തുറന്ന് കുറച്ച് നേരം പേപ്പർ ഒന്ന് വായിക്കാമെന്ന് വെച്ച് അതെല്ലാം ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയിട്ട് മുറ്റത്തോട്ടിറങ്ങി ചെടികളെയൊക്കെ ഒന്ന് നോക്കി. കുറേ ദിവസമായി ചെടികളെയൊക്കെ ഇതാക്കിയിട്ട് വീട്ടിലല്ലായിരുന്നു. അങ്ങനെ എൻ്റെ തായ്ലൻഡ് പിങ്ക് പേരയിൽ 3-4 പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പുറത്ത് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ദിവസം വീട്ടിലില്ലായിരുന്നല്ലോ. അന്നേരം അതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വെച്ചു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.